പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പുസ്തകത്തിലെ മർമ്മങ്ങൾ ഈ പുസ്തകം പഠിപ്പിക്കുന്ന അധ്യാപകർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തുകൊണ്ട്? ഇതിനെക്കുറിച്ച് മുൻപുള്ള വീഡിയോകളിൽ പറയാത്ത കാര്യങ്ങളാണ് ഇതിലിപ്പോൾ പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഉള്ള വിവരണം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന സകല കഷ്ടങ്ങളും കഴിഞ്ഞ ശേഷം മാത്രമേ യേശുക്രിസ്തു വരികയുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പുസ്തകം പഠിപ്പിക്കുന്ന 99% അധ്യാപകരും ഇഹലോക നന്മകൾ വളരെയധികം പ്രാപിച്ചിട്ടുള്ളവരാകയാൽ കഷ്ടപ്പാടിൻ്റെ വചനങ്ങൾ അംഗീകരിക്കാൻ അവർ വിമുഖത കാണിക്കുകയാണ്. സത്യം അറിയുന്നവർ അത് പുറത്തു പറയുവാൻ തയ്യാറാകുന്നതുമില്ല. പല സഭകളും അസത്യംവരുടെ സഭകളുടെ നിയമാവലിയിൽ എഴുതി ചേർത്തിരിക്കുന്നതിനാൽ സത്യം പറയുന്നവർ സഭയിൽ നിന്നും പുറത്താക്കപ്പെടും എന്നതിനാലും അതുമൂലം വരുമാന മാർഗങ്ങൾ ഇല്ലാതായിത്തീരും എന്നുള്ളതിനാലുമാണ് സത്യം തുറന്നു പറയാത്തത്. ഇങ്ങനെയുള്ളവർ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉദാഹരണമായി, യേശു ഭൂമിയിലായിരുന്ന സമയത്ത് ജന്മന അന്ധനായിരുന്ന ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ ആ മനുഷ്യൻ്റെ മാതാപിതാക്കളോട് ഇക്കാര്യത്തെക്കുറിച്ച് അവിടുത്തെ മതപണ്ഡിതന്മാർ ചോദിച്ചപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് മകനോട് തന്നെ ചോദിക്കുവിൻ എന്ന് മറുപടി പറഞ്ഞു. യഹൂദന്മാരെ പള്ളിയിൽ നിന്നും അവരെ പുറത്താക്കുമെന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞത്. യോഹന്നാൻ 9:11, 28-23 വരെയുള്ള വചനങ്ങളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവരാജ്യത്തിൽ അവകാശമുണ്ടായിരിക്കുകയില്ല എന്നാണ് വെളിപ്പാട് പുസ്തകം 21:8 പറഞ്ഞിരിക്കുന്നത്. ഈ വചനങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ 9:11, 28-23 വരെ. യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി, ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ്റെ അമ്മായപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അവൻ കണ്ണ് ആർ തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമെന്ന് പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പിൻ എന്ന് പറഞ്ഞത്. ഇതിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള പേടിയാണ് അവർ സത്യം പറയാത്തതിന് കാരണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ വെളിപ്പാട് 21:8 വായിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പുകയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ഭീരുക്കളാണ് ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ദൈവരാജ്യത്തിലെ അവകാശമില്ല, അവർ നരകത്തിൽ പോകുമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് സത്യം അറിഞ്ഞിട്ട് അത് പറയാതിരുന്നാൽ അതിന് ശിക്ഷയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദൈവം എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കില്ല. അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സത്യം വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അത് മനസ്സിലായി കഴിഞ്ഞിട്ട് അത് സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പലരും സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരുണ്ട്. യൂട്യൂബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പാസ്റ്ററെ ചർച്ചയിൽ നിന്ന് അങ്ങ് പുറത്താക്കി. അതിനുള്ള കാരണം അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, നമ്മൾ വായിക്കാം. IPCയുടെ ഇന്ത്യ പെന്തക്കോസ്ത് സഭ നിയമാവലിയിൽ യേശുക്രിസ്തുവിന് രഹസ്യവരവുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് പെന്തക്കോസ്ത് ബ്രദറൻ സഭകളുടെ നിയമാവലികളിൽ ഇക്കാര്യം എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ഈ പെന്തക്കോസ്ത് ബ്രദറൻ സഭകളെല്ലാം തന്നെ യേശുക്രിസ്തുവിന് രഹസ്യവരവുണ്ട് എന്ന് തീവ്രമായി വിശ്വസിക്കുന്നവരാണ്. ഈ വിശ്വാസം വെളിവുകേടാണെന്നും അപകടകരമാണ് എന്നും വചനം വായിക്കുന്ന എല്ലാ സ്ഥിരബുദ്ധിയുള്ള മനുഷ്യർക്കും മനസ്സിലാക്കാവുന്നതാണ്. വചനം വായിക്കാത്തതുകൊണ്ടാണ് ഈ കാര്യം നമുക്ക് പിടികിട്ടാത്തത്. വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല, അതിലെ കഷ്ടങ്ങളൊന്നും ദൈവമക്കളെ ബാധിക്കില്ല. അതിനു മുമ്പ് നമ്മളെല്ലാം ഉൽപ്രാവണത്തിൽ കൂടെ സ്വർഗത്തിലേക്ക് എടുത്തു കൊണ്ടുപോകും എന്നുള്ള തെറ്റായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ് ഈ പെന്തക്കോസ്ത് സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിലെ കഷ്ടങ്ങൾ നമുക്ക് ബാധിക്കില്ല എന്നുള്ളതാണ് ഇവരുടെ വാദം. 99.9% വിശ്വാസികളും വിശ്വസിക്കുന്ന കാര്യമാണ് ഈ രഹസ്യവരവ് എന്ന് പറയുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം ശരിയായിട്ട് വായിച്ചാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, വായിച്ചിട്ട് ധ്യാനിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ വചനങ്ങളും വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി അനവധി വീഡിയോകളും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഫയലുകളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അത് വായിച്ച് നോക്കി അതെന്താണ് യഥാർത്ഥത്തിൽ ഈ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അത് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകൾ കേട്ട് നോക്കണം. അപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അല്ലാതെ ഇവർ പറയണത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു. ഈ ലോകത്ത് കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ വിചാരം, ഇനിയിപ്പോൾ ദൈവം സ്വർഗത്തിലേക്കും കൂടി ഞങ്ങൾ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. വചനം നമ്മൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അന്തിക്രിസ്തുവിൻ്റെ കാലം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ചില കലാമിറ്റീസ് ഉണ്ടാകേണ്ടതുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതൊന്നും മനസ്സിലാക്കാതെ എപ്പോഴും വേണമെങ്കിൽ വരും എന്ന് ഉള്ള ധാരണയിലിരിക്കും. വരാതിരിക്കുമ്പോൾ നമുക്ക് അന്തിക്രിസ്തുവിൻ്റെ കാലത്ത് കൂടി കടന്നു പോകുന്ന സമയത്ത് അന്തിക്രിസ്തുവിൻ്റെ മുദ്രയെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ആൾക്കാർ അത് എടുക്കുകയും ചെയ്യും. ദൈവം നമ്മളെ കോപത്തിനല്ല, നമ്മളെ രക്ഷയ്ക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വചനം വെച്ചിട്ടാണ് ഈ അധ്യാപകന്മാരെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഷ്ടം നമുക്ക് ബാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കഷ്ടം ആണ് നമുക്ക് ദൈവമക്കൾക്ക് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ പൗലോസ് അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. കഷ്ടം അനുഭവിക്കാൻ ഉള്ള വരം നമ്മൾ നൽകപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. കഷ്ടം അനുഭവിക്കുന്നവർക്ക് രക്ഷയെ പറഞ്ഞേക്കണം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് യാക്കോബ് അപ്പോസ്തലൻ്റെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. അപ്പോൾ കഷ്ടം സഹിക്കുക അല്ലെങ്കിൽ ട്രിബുലേഷൻ സഹിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയല്ല. അതങ്ങനെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആൾക്കാർ ദുരുദ്ദേശത്തോടു കൂടിയാണ് നന്മകൾ മാത്രം വരുമെന്ന് പറഞ്ഞ് ആൾക്കാരെ പ്രലോഭിപ്പിച്ച് പണം പിടുങ്ങുന്ന പരിപാടിയാണത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെയുള്ള കള്ളസുവിശേഷന്മാർക്ക് 10 പൈസ പോലും ആരും കൊടുക്കരുത്. അങ്ങനെയുള്ളവർക്കെല്ലാം സാധുക്കൾക്ക് കൊടുക്കുക. അവരോട് ദൈവവചനം പറയുകയും ചെയ്യണം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്.